മലപ്പുറത്ത് റോഡുകൾ തകർന്നതുമൂലം നാട്ടിൽ കല്യാണം നടക്കുന്നില്ലെന്ന് യുവാവിന്റെ പരാതി ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. മലപ്പുറം ജില്ലയിലെ തെന്നലയിൽ നിന്നുമാണ് ഏറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. തെന്നല സ്വദേശി ഷെരീഫാണ് വ്യത്യസ്തമായ പ്രതിഷേധം കൊണ്ട് സോഷ്യൽ മീഡിയയെ ഇപ്പോൾ ആകർഷിച്ചിരിക്കുന്നത്. സാധാരണ നാടുകളിൽ വിവാഹം മുടങ്ങുന്നത് പെണ്ണിന്റെയോ ചെറുക്കന്റെയോ കുഴപ്പങ്ങൾ കൊണ്ടാണെങ്കിൽ ഇവിടെ തെന്നലയിലേക്ക് വരുമ്പോൾ പ്രശ്നം റോഡാണ്. കോട്ടക്കലിൽ നിന്നും കോഴിക്കോട് നിന്നും ഫറോക്കിൽ നിന്നും തെന്നലയിലേക്ക് വിവാഹാലോചനയുമായി വരുന്ന സമയത്ത് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ സഞ്ചരിക്കേണ്ടി വരുമ്പോൾ എന്ത് വിശ്വസിച്ച് തങ്ങളുടെ മക്കളെ ഈ നാട്ടിലേക്ക് അയക്കുമെന്നുള്ള ആശങ്ക മാതാപിതാക്കൾക്ക് ഉണ്ടാകുമെന്ന് ഷെരീഫ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നേരിട്ടിടപെടണം എന്ന് പറയുകയാണ് ഷെരീഫ്. ഇതോടൊപ്പം തെന്നല പഞ്ചായത്തിലെ 17 വാർഡുകളിൽ 15ന്റെ ഭൂരിപക്ഷത്തോടുകൂടി പഞ്ചായത്തിന്റെ ഭരണം നടത്തുന്നത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള UDF ഭരണസമിതിയാണ്. ഇവരെയും കട്ടയ്ക്ക് വിമർശിക്കുന്നുണ്ട് ഷെരീഫ്. പറഞ്ഞിട്ടെന്താ കാര്യം? ഭരണമുണ്ടായിട്ടും റോഡുകൾക്കും പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും വരാത്ത സ്ഥിതിക്ക് പൊതുജനങ്ങൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണമെന്ന് ഷെരീഫ് പറയുന്നുണ്ട്. 17-18 വയസ്സുള്ള കുട്ടികളൊക്കെ ഇപ്പോൾ തന്നെ പഞ്ചായത്തിലെ റോഡിന്റെ അവസ്ഥകൾ മനസ്സിലാക്കി കൂടുതൽ മെച്ചപ്പെട്ട റോഡ് നിലവാരം യാത്രാ സംവിധാനവുമുള്ള മേഖലകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോയുടെ അവസാനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ജില്ലാ പഞ്ചായത്തിനോടുമൊക്കെ വളരെ താഴ്മയായി തന്നെ തൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ഷെരീഫ് പറയുന്നുണ്ട്. ഇപ്പോൾ തെന്നല പഞ്ചായത്തിലെ റോഡിന്റെ വിഷയമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാനും കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് പെരിന്തൽമണ്ണയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി യുവാവ് പ്രതിഷേധ ഗാനവുമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നത്. സുലൈഖ മൻസിൽ സിനിമയുടെ പാരഡിയിൽ ഇറങ്ങിയ ഗാനം അന്ന് ജനങ്ങൾക്ക് മുൻപിലേക്ക് എത്തിച്ചത് ഷെഫിൻ ഷാൻ എന്ന യുവാവാണ്. 2026 തിരഞ്ഞെടുപ്പ് കേരളത്തിൽ വരാനിരിക്കെ കേരളത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയും മെച്ചപ്പെട്ട സൗകര്യങ്ങളും ചർച്ചയാകുമെന്നത് തീർച്ച തന്നെയാണ്. റോഡുകൾ തടയാതെയും തങ്ങളുടെ പ്രതിഷേധങ്ങൾ ഈ രീതിയിൽ സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച ഷെരീഫിന് ഇപ്പോൾ ആശംസ അറിയിക്കുകയാണ് സോഷ്യൽ മീഡിയ. ഇതിനിടെ സംസ്ഥാനത്തെ റോഡുകളുടെ വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി. സംസ്ഥാനത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥയും കൊച്ചിയിലെ അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യാത്തതിലും രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി രംഗത്ത് വന്നിരുന്നു. ഏതൊരു ജീവനും മൂല്യമുള്ളതാണെന്നും അത് റോഡിൽ പൊലിയേണ്ടതല്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. നിരവധി എഞ്ചിനീയർമാർ ഉണ്ടായിട്ടും റോഡുകൾ എങ്ങനെ ശോചനീയാവസ്ഥയിൽ എത്തിയെന്നും ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചു. കുന്നംകുളം റോഡിന്റെ അവസ്ഥ എന്തെന്ന് കോടതി ചോദിച്ചു. റോഡ് തകർന്ന് കിടക്കുകയാണെന്ന് എവിടെയെങ്കിലും ബോർഡ് വെച്ചിട്ടുണ്ടോ എന്നും എന്നിട്ടാണ് ഹെൽമറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ ഓവർ സ്പീഡിനും ഫൈൻ പിടിക്കുന്നതെന്നും ഹൈക്കോടതി വിമർശിച്ചു. കേരളത്തിൽ നല്ല റോഡില്ല എന്നല്ല പറഞ്ഞതെന്നും എന്നാൽ തകർന്ന റോഡുകളുടെ പുതുക്കിപ്പണിയിൽ നടപടി എത്രയും വേഗം ഉണ്ടാകണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ആരാണ് തങ്ങളുടെ ജീവന് സുരക്ഷിതത്വം നൽകുന്നതെന്നാണ് സാധാരണക്കാരന്റെ ചോദ്യം. റോഡപകടങ്ങളിൽ പെടുന്നവർക്ക് എന്തുകൊണ്ട് നഷ്ടപരിഹാരം നൽകുന്നില്ല എന്നും സർക്കാരിനോട് സുപ്രീം കോടതി ചോദിച്ചു. എപ്പോൾ പുതിയൊരു കേരളം കാണാനാകുമെന്നും റോഡിലൂടെ ഓടുന്ന വാഹനങ്ങൾ ഒന്നും നികുതി തരുന്നില്ലേ എന്നും സർക്കാരിനോട് കോടതി ചോദിച്ചു. ഇന്ത്യയിലേക്കാൾ മഴ പെയ്യുന്ന സ്ഥലങ്ങൾ ലോകത്തുണ്ട്, അവിടെയൊന്നും റോഡുകളില്ലേ എന്ന് ഹൈക്കോടതി വിമർശിച്ചു. റോഡുകളുടെ കാര്യത്തിൽ ജില്ലാ കളക്ടർമാർ ഇടപെടാത്തത് എന്തുകൊണ്ടാണെന്ന് കോടതി ചോദിച്ചിരുന്നു. റോഡിലെ കുഴി മനുഷ്യനിർമ്മിത ദുരന്തമായി ജില്ലാ കളക്ടർമാർ കണക്കാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. തുടർന്ന് റോഡുകളുടെ ശോചനീയാവസ്ഥയുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നത് അടുത്ത ആഴ്ചത്തേക്ക് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വാഹനം റോഡിലെ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ടിരുന്നു. കൊച്ചിയിലെ അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യാത്തതിൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്ന് ഹൈക്കോടതി മുന്നറിയിപ്പും ഇതോടൊപ്പം നൽകിയിരുന്നു.